ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ കൂട്ടാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് കൂട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ആ ഒരു മരുന്നാണ് കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം, കർക്കിടക മാസത്തിൽ എല്ലാവരും പലതരത്തിലുള്ള മരുന്ന് കൂട്ടുകളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. ഔഷധക്കഞ്ഞിയായിട്ടും ഉലുവക്കഞ്ഞിയായിട്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകളൊക്കെ ആയിട്ടൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാത്ത രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒറ്റ പ്രാവശ്യം തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മരുന്ന് കൂട്ടാണ് കാണിക്കാൻ പോണേ കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ എന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകം ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അളവിലാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കണം. കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി ഇത് ഈ ജീരകം നന്നായിട്ടൊന്ന് പൊട്ടിയൊക്കെ വരാനായിട്ട് തുടങ്ങും. ആ ഒരു രീതിയിലാവുന്നത് വരെ തന്നെ നമ്മൾ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റായ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ജീരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പൈൽസ്, ക്യാൻസർ എന്നീ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് ചെറിയ ജീരകം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പനിയൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടും ആസ്മ പോലുള്ള അസുഖങ്ങൾക്കും ഇപ്പോൾ ശ്വാസതടസ്സമോ ചുമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ജീരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലർക്കും രാത്രിയിൽ ഉറക്കമൊക്കെ കുറവായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ചെറിയ ജീരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടിയുടെ ഒരുവിധം എല്ലാ തരം പ്രശ്നങ്ങൾക്കും ഉള്ള നല്ലൊരു പരിഹാരം തന്നെയാണ് ചെറിയ ജീരകം. അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജീരകം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. എപ്പോഴും നല്ല ചെറുപ്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലോ കിട്ടാനുള്ള അതൊക്കെ ആയിട്ടും ഒക്കെ നമുക്ക് ചെറിയ ജീരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒന്നാണ് നൽകാനും നമുക്ക് ഈ ഒരു ചെറിയ ജീരകം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതേപോലെയാണ് നമുക്കിത് ആയി കിട്ടേണ്ടത്. അപ്പോൾ നല്ല പോലെ തന്നെ പൊട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉടനെ തന്നെ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ്. അപ്പോൾ കടുകും 100 ഗ്രാം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതും നല്ല പോലെ ഇങ്ങോട്ട് പൊട്ടിയിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ നല്ല പോലെ ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിലൊന്ന് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ഇത് നമുക്ക് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം എല്ലാ തരം വേദനകളിൽ നിന്നും നമുക്ക് നല്ലൊരു മോചനം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അൾസർ ഇതൊക്കെ ഉള്ളവർക്കൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കടുക് എന്ന് പറയുന്നത്. നമ്മുടെ ദഹന പ്രക്രിയ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടുക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കടുകും എല്ലാം തന്നെ ഒരേ ഒരു അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല പോലെ തന്നെ പൊട്ടിയിട്ട് ഇതേപോലെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നന്നായിട്ട് പൊട്ടി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. അപ്പോൾ ഉലുവയ്ക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലപോലെ വറുത്ത് നല്ലൊരു കളറൊക്കെ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാവുന്നത് വരെ തന്നെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ നമുക്കറിയാം ഇത് അമിതവണ്ണം ഉള്ളവർക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വണ്ണം കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷുഗർ ലെവൽ നോർമലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നത് കാരണം മുലപ്പാൽ വർധനയ്ക്ക് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാതരം വേദനകളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടാനായിട്ട് നമുക്ക് ഉലുവ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നീര് പോലെയുള്ള കാര്യങ്ങൾ, വീക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു സ്പൂണോളം കുരുമുളക് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി എടുക്കാവുന്നതാണ്. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നാൽ എരിവൊന്നും കൂടി പോവണ്ട, കുറച്ച് മാത്രം മതി നമുക്കിത്. ഇനി ഉലുവ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷറൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സന്ധിവേദന, അതുപോലെ നമുക്ക് നടുവേദന, കാലുവേദന, ഇങ്ങനെയുള്ള ഒരുവിധ എല്ലാതരം വേദനകൾക്കും നല്ലൊരു പരിഹാരമാണ് ഉലുവ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് നമ്മൾ ഈ ഒരു തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് വാങ്ങിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓവറായിട്ട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ കറക്റ്റായ രീതിയിലുള്ള ആ ഒരു പാകം ആകുമ്പോഴാണ് നമുക്ക് ഇതിന് ആ ഒരു കറക്റ്റായ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം നല്ലപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത്. നമുക്ക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒക്കെ സിമ്പിളാണ്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ജാറിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായ രീതിയിലല്ല കിട്ടുക. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചിലപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക. അതേപോലെ ഒന്ന് ഉടച്ചിട്ടൊക്കെ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറിക്കോളും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ അതിലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പം ചോറിൻ്റെ കൂടെ നമുക്കൊരു സ്പൂണ് ഈ ഒരു പൗഡർ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. എല്ലാതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ ഒരു പൊടിക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് കരുതി വെച്ചിരുന്ന ഒരു കൂട്ട് തന്നെയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിന് ചിലവുകളൊന്നും തന്നെ ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.